ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ബീച്ചിലാണ് പോകാൻ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ മാലിദ്വീപിലെ റസ്വണ്ണു ബീച്ച്. ഇതാണ് ബീച്ചിൻ്റെ എൻട്രൻസ് ഏരിയ. എൻട്രൻസ് ഏരിയ കൂടെ മുന്നിൽ കൂടെയാണ് ഈ ജോഗിങ് ട്രാക്ക് പോണത് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴത്തേക്കും ബീച്ചിൻ്റെ ഒരു ഔട്ട്ലൈൻ മാപ്പ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് ഓപ്പൺ ഷവേഴ്സ് ഉണ്ട്. ഈ കാണുന്നതാണ് സാൻഡ് ബീച്ച്. ഇതൊരു ഷാലോ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് കുറച്ച് ഡീപ് സീ ആണ്. അതിവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതു ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുവാണേ. കുഞ്ഞുങ്ങൾ കളിക്കുന്നതൊക്കെ ഈ ഒരു സാൻഡ് ഏരിയയിലാണ്. ഇവിടുത്തെ സീ കുറച്ച് ഷാലോ ആയതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് നീന്തലൊക്കെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ്. ആ കാണുന്നതാണ് ഫിഷിംഗ് പോയിന്റ് കേട്ടോ. ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫിഷ് ചെയ്യുന്നത്. അവിടെയാണ് ഫിഷിംഗ് പോയിന്റ്. അവിടെ ഒരു ക്ലിഫ് ഉണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഡീപ് സീ ആണ്. അപ്പോൾ നമ്മളിത് ആ സ്റ്റെപ്പ് കയറി ഫിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഇവിടെ നിന്നാണ് ഫിഷ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി പേര് ഇപ്പോൾ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബാർബിക്യൂ പോയിന്റുകളാണ് കേട്ടോ. അപ്പുറത്ത് ഐലൻഡിലോട്ടുള്ള പാലം പണി നടക്കുന്നതും നമുക്കിവിടെ ഇരുന്നാൽ കാണാം. ഇവിടെ ഒത്തിരി സ്പീഡ് ബോട്ടുകളും ഫിഷിംഗ് ബോട്ടുകളും ഒക്കെ പോണത് നമുക്ക് കാണാവേ. നമ്മൾ വന്ന് ബീച്ച് അംബ്രല്ലയുടെ അടിയിൽ ഇവിടെ ഇരുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈവനിങ് ആണ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഗ്യാദർ ചെയ്യുന്നത്. കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നേരെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ചായക്കൊപ്പം ഞങ്ങൾ സ്നാക്സ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാൽദീവിയൻ സ്നാക്സ്. ഇതിനെ ഹെത്തിക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊത്തിരി സ്നാക്സ് ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് എന്ന് പറയുന്നത് കുറച്ച് തേങ്ങയും കോക്കനട്ടും പിന്നെ ഫിഷ് എല്ലാത്തിൻ്റെ കൂടെയും കാണും. പിന്നെ വിത്ത് സ്പൈസസ് ആയിരിക്കും കേട്ടോ. ഇതിൽ ബിസ്കീമി ഉണ്ട്, ഗുളയുണ്ട്, റിഹാഗുരു ഉണ്ട്. ബാക്കിയൊന്നും എനിക്ക് പേരറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പീക്കബൂലോട്ടാണേ. കുഞ്ഞിന് ടോയ്സ് നോക്കാനൊന്നും അല്ല, ഹോട്ട് വീൽസിൻ്റെ പുതിയ കളക്ഷൻസും എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചേട്ടൻ നോക്കാനായിട്ട് കയറിയതാണ്. അവസാനം ഒന്ന് ഇഷ്ടപ്പെട്ടു, അതെടുത്തു കേട്ടോ. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ നമ്മുടെ ഐലൻഡിൻ്റെ ഔട്ടർ സർക്കിൾ ആ ഒരു ഏരിയയിൽ എത്തി കേട്ടോ. ഇന്നിവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പുതിയ എയർപോർട്ടിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർക്ക് വോം വെൽക്കം കൊടുക്കുന്ന ഒത്തിരി പോസ്റ്റേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് സ്പീഡ് ബോട്ടുകളൊക്കെ ഇതേ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ജെട്ടി നമ്പർ 1, 2, 3, 4 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് കേട്ടോ മാൽദീവ്സ് പോസ്റ്റ്. ഇവിടെ പിക് പോസ്റ്റും ഉണ്ട്. അപ്പോൾ പോസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പിക് പോസ്റ്റിൽ പോയിട്ടാണ് നമ്മളത് കളക്ട് ചെയ്യേണ്ടത്. അവിടെ നേരെ നമ്മളൊരു കഫേയിലാണ് പോയത്. അവിടെ നിന്ന് കുടിക്കാൻ കോഫിയും ഞാനൊരു സാൻഡ്വിച്ചുമാണ് പറഞ്ഞത്. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ.